എല്ലാവർക്കും നമസ്കാരം. സോയ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് സോയ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കപ്പ് ചൂടുവെള്ളം, അതായത് തിളച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ സോയ ഒന്ന് കുതിർത്തിയെടുക്കണം. ഇതിലേക്കൊരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുതിരുമ്പോൾ നമ്മുടെ സോയയിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. ഇത് നമുക്കൊരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി സോയയിലെ വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തയ്യാറാക്കണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ സോയയുടെ എല്ലാം നമ്മൾ വെള്ളം കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട്, അതായത് മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്പം ഉപ്പ് നമ്മൾ ഓൾറെഡി സോയയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി വേണം ഇതിൽ ഉപ്പിടാൻ. എന്നിട്ട് ഇത് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് വെള്ളം കളഞ്ഞെടുത്തിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ ടൈപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത്. വലിയ ടൈപ്പ് സോയ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ 2 or 4 ആയിട്ട് മുറിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പുലാവ് തയ്യാറാക്കുന്ന പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരം എണ്ണയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാൻ സ്പൈസ് പൊടിയായിട്ടല്ല, ഹോൾ സ്പൈസ് തന്നെയാണ് ചേർക്കുന്നത്. 2 വയണയില, 1 കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, തക്കോലം, ഇതെല്ലാം നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്പൈസസ് ഒന്ന് നന്നായിട്ട് മണം മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഈ സവോള വഴലാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ അല്പം ചേർത്താൽ മതി ആദ്യം, കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. അപ്പം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോൾ, പച്ചമണം മാറുമ്പം നമ്മൾ ഓൾറെഡി സോയ മസാലയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഞാനൊരു 15 മിനിറ്റ് ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സോയാ ചങ്ക്സിലെല്ലാം നമ്മുടെ ആ തൈരും അതുപോലെ തന്നെ മസാല എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടെല്ലാം ഒന്നുകൂടെ സവോളയുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ അരി ചേർക്കാം. 2 കപ്പ് ബസ്മതി അരി, ഒരു 20 മിനിറ്റ് കുതിർത്തിയതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് സോയാ ചങ്ക്സിനാണ് ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുള്ളതുകൊണ്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മുടെ സോയാ ചങ്ക്സ് ഒക്കെ മുകളിലേക്കപ്പം വരും, അരിയൊക്കെ താഴേക്കും പോകും. അങ്ങനെ ഒരു 20 മിനിറ്റ് കുക്കിംഗ് ടൈമാണ് മൊത്തം. നമ്മൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പം തന്നെ നല്ല മണമൊക്കെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വറുത്ത കശുവണ്ടിയും കിസ്മിസും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മല്ലിയില എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. അതേസമയം സ്പെഷ്യലുമാണ്, ഈസിയുമാണ് സോയാ പുലാവ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ചിക്കനൊക്കെ കഴിക്കാത്തവർക്കും സോയാ ചങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ വളരെ റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.